ഉള്ള ശക്തി മൊത്തം എടുത്ത് എന്നെ വിളിച്ചുകൊണ്ട് ഇവിടെ പോണത് എങ്ങോട്ടാണെന്നറിയോ? മൈലാഞ്ചി പറിക്കാൻ. അത് സ്വന്തം പറമ്പിൽ നിന്നല്ല, അപ്പുറത്തെ പറമ്പ്. രാവിലെ ഇരുന്നിട്ട് പറയാണ്ട് ഞങ്ങളോടൊന്ന് പറഞ്ഞു പോയി മൈലാഞ്ചി ഇട്ടാലോ എന്ന്. അതിൻ്റെ ബാക്കിയായിരുന്നു ഇത്. പിന്നെ ഞങ്ങൾ പോണ കണ്ടപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ കൂടെ അമ്മയും വന്നു. പിന്നെ അമ്മ അതങ്ങ് പറിച്ചു. ഞങ്ങളവിടെ നോക്കിക്കൊണ്ട് നിന്നു. ഞങ്ങളുടെ കുഞ്ഞിന് ഒരു നേരം പോലും അടങ്ങി നിൽക്കാൻ പറ്റാത്ത കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് തലയും കുത്തി വീടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓടിക്കഴികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ സർപ്രൈസ് ആയത്. അവിടെ നിന്ന് ഏതോ ഒരു പുഴുവിൻ്റെ കടിയും മേടിച്ചുകൊണ്ടാണ് അവൾ വന്നത്. പിന്നെ അവളുടെ ഉടുപ്പൊക്കെ മാറ്റി വേറെ ഉടുപ്പൊക്കെ ഇടിച്ച് കുറച്ച് നേരം തുളസിയിലൊക്കെ തേച്ച് അതിനെ അങ്ങനെ അവിടെ നിർത്തി. എൻ്റെ കുട്ടിക്കാലത്ത് ഇതുപോലെ മൈലാഞ്ചിയുടെ ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട്. വീടിൻ്റെ സൈഡിലെങ്കിലും മൈലാഞ്ചി ഇല്ലാതാനും ഇനി ട്യൂബ് മൈലാഞ്ചി ആണെങ്കിൽ വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ. അതങ്ങനെ ആരും വാങ്ങിച്ചും തരാറില്ല. അൽത്ത ഇടാൻ വേണ്ടിയിട്ട് ഡാൻസിന് വരുമായിരുന്നു. അത് ഇടാൻ വേണ്ടി മാത്രമായിരുന്നു അന്ന് ഡാൻസിന്. മൈലാഞ്ചി കുറച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചങ്ങ് എടുത്ത് ഉച്ചയാകുമ്പോൾ ഇട്ട് തരാമെന്നും പറഞ്ഞ് കുഞ്ഞൂനെ ഒരു വിധത്തിൽ അവിടെ അവളുടെ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു മൈലാഞ്ചി ഇട്ട് കൊടുത്തത്. ഇല്ലെങ്കിൽ അത് പോകുമെന്ന് എനിക്കറിയായിരുന്നു. കാരണം അധികം നേരം വെച്ചുകൊണ്ടിരിക്കാനുള്ള ക്ഷമയൊന്നും എൻ്റെ കുഞ്ഞുണ്ടായിരുന്നില്ല. മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവൾ വാ തോരാണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. സംസാരത്തിൻ്റെ പോക്കിൽ അവളുടെ കൈ ആ വഴിക്കും ഈ വഴിക്കും പല വഴിക്കുമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് ഇട്ട് കൊടുക്കാൻ നല്ല പാടായിരുന്നു. പിന്നെ ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞ് അനങ്ങാണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറേ നേരം അനങ്ങാണ്ടിരുന്നു. പിന്നെ ഇതേപോലെ തന്നെ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈവെട്ടിച്ച് ഒരു വിധത്തിൽ ഞാനതങ്ങ് തീർത്ത് വെച്ചു. മൈലാഞ്ചിട്ട് എൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ പറഞ്ഞപ്പോൾ അവിടെ വന്ന കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാനായിട്ട് പോകുമായിരുന്നു. ഞാൻ അതിൻ്റെ മേത്ത് മൈലാഞ്ചി തേച്ച് വെക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അതുങ്ങൾ ജീവനും കൊണ്ട് അത് കണ്ടപ്പോഴേ തന്നെ ഓടുകയും ചെയ്യും. മൈലാഞ്ചി ഇട്ട് കൊടുക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് കുറച്ച് നേരം അനങ്ങാണ്ടിരിക്കുന്നു എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു കസേരയിൽ ഇരുത്തി കുറച്ച് ഫാനൊക്കെ ഇട്ട് അവിടെ ഇരുന്നോളാം. അടങ്ങിയിരിക്കാൻ പറ്റാത്ത കാരണം പറ്റുന്ന രീതിയിൽ അവൾ ഓരോന്നൊക്കെ അവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട്.